ഈ വേനൽ അവധിക്ക് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു പേര് തന്നെയാണ് വാഗമൺ. ഇടുക്കി, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഗമൺ. പോകുന്ന വഴിക്ക് നമുക്ക് കുറേ തേയിലത്തോട്ടങ്ങളും പുൽത്തകടികളും ഒക്കെ കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റണ്ണിങ് വ്യൂസ് ആണ് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നത്. ഇന്നത്തെ ട്രിപ്പ് നേച്ചർ, ലെഷർ ആൻഡ് അഡ്വഞ്ചർ ഒന്നിക്കുന്ന ഒരു റിസോർട്ടിലേക്കാണ്. നമ്മൾ അങ്ങനെ നമ്മുടെ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. സമ്മർ ടൈം ആണെങ്കിൽ കൂടിയും ഇവിടെ എത്തിയപ്പോൾ നമുക്കൊരു തണുത്ത കാറ്റും കുളിർമയൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു എൻവിസ് ഡയറീസ്. ദിസ് ഈസ് വിഷ്ണു. ഇന്ന് നമ്മളുള്ളത് വാഗമണിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടിലാണ്. പാലൈറ്റ് ഹിൽ വ്യൂ റിസോർട്ട്. അത് നല്ല ഒരു റിസോർട്ടാണ്. അവിടെ ആംബിയൻസ് തന്നെയാണെങ്കിലും നല്ല രസമാണ് കാണാനായിട്ട്. ഇതാണ് എൻ്റെ ആംബിയൻസ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. അതിമനോഹരമായി തന്നെ ഇവരിത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു അടിപൊളി ഹൈലി റെക്കമെൻഡഡ് ബഡ്ജറ്റ് റിസോർട്ട് തന്നെയാണ്. ഇനി ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് നോക്കാം. ഇവിടുത്തെ റിസപ്ഷൻ വളരെ മനോഹരമായിട്ടാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റിസപ്ഷനിൽ മമ്മൂട്ടിയുടെയും ഉണ്ണി മുകുന്ദൻ്റെയും ഒക്കെ ഫീഡ്ബാക്ക് നോട്ട് അവർ മനോഹരമായി സൂക്ഷിച്ചിട്ടുണ്ട്. റിസപ്ഷൻ്റെ അടുത്തായിട്ട് തന്നെ ഇൻഡോർ ഗെയിംസിൻ്റെ ഒരു സെഷൻ അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിലേക്ക് പോകാം. നമ്മൾ ബുക്ക് ചെയ്തത് പ്രീമിയം കാറ്റഗറി റൂമാണ്. ഇവർക്ക് വേറെയും കാറ്റഗറി റൂംസ് അവൈലബിൾ ആണ്. ബട്ട് തിരക്കായതുകൊണ്ട് നമുക്ക് ഇതായിരുന്നു അവൈലബിൾ ആയിട്ട് കിട്ടിയത്. റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ റൂം വളരെ ക്ലീനും നീറ്റും വെൽ അറേഞ്ച്ഡും ആയിരുന്നു. വൺ ഓഫ് ദ ഹൈലൈറ്റ്സ് ഓഫ് ദ പ്രോപ്പർട്ടി ആണ് ഇവിടുത്തെ പൂള്. ഇതൊരു ഇൻഫിനിറ്റി പൂളാണ്. ഈ പൂളിൽ നിന്നുള്ള വ്യൂ വളരെ അമേസിംഗ് ആണ്. പൂൾ ടൈം ഈവനിങ് 7 o'clock വരെയാണ്. ബട്ട് നമ്മൾ ഈവനിങ് വരികയാണെങ്കിൽ നല്ല ഇവിടുത്തെ ലൈറ്റ്സും തണുപ്പും ഒക്കെ ആയിട്ട് വേറൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടുത്തെ വേറൊരു അട്രാക്ഷനാണ് കിഡ്സ് പ്ലേ ഏരിയ.
കുട്ടികൾക്ക് ഇവിടുത്തെ സ്റ്റേ രസകരമാക്കാനായിട്ട് അവർ കുറച്ച് ലാൻഡ്സ്കേപ്പും കുറച്ച് റൈഡ്സും ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇവിടുത്തെ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ആൻഡ് സറൗണ്ടിങ്സ്. അതവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടിയുള്ള പല ഫ്രെയിംസും ബാക്ക്ഗ്രൗണ്ടും ഇവിടെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് എത്ര ഫോട്ടോ എടുത്തിട്ടും നമുക്ക് മതിയായില്ല, കാരണം അത്ര ഫ്രെയിംസ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ പ്രോപ്പർട്ടിയുടെ പുറത്തോട്ട് ഇറങ്ങിയാലും കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ട് പറയേണ്ടത് ഇവിടുത്തെ സൺസെറ്റ് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ആണിത്. അന്നത്തെ ഈവനിങ് നമ്മൾ സ്പെൻഡ് ചെയ്തത് വാഗമണിലെ അഡ്വഞ്ചർ പാർക്കിലാണ്. ഇവിടെ ഫ്ലവർ ഷോ ഉണ്ട്, ധാരാളം ഫ്ലവർ ഉണ്ട്, അതുപോലെ തന്നെ മ്യൂസിക്കൽ ഫൗണ്ടൈൻ ഉണ്ട്, ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. തീർച്ചയായും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. മുത്തുപോലെ മുളം തത്ത പോലെ മിന്നൽ പോലെ ഇളം തെന്നൽ പോലെ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് നമ്മൾ തിരിച്ച് റിസോർട്ടിലെത്തിയപ്പോൾ അവിടെ ക്യാമ്പ് ഫയർ നടക്കുമായിരുന്നു. അതൊക്കെ കണ്ട് കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോയത്. ഇവിടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ വാഗമൺ മെഡോസും പൈൻ ഫോറസ്റ്റും കാണാനായി ഇറങ്ങി. ഓവറോൾ ഇതൊരു നല്ല സ്റ്റേ തന്നെയായിരുന്നു. തളിരിട്ടലതയോ അവൾ താവണിക്കുടമോ